മക്കളെ, നമ്മുടെ കീമിനെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്ററുകളിൽ പെട്ട ഒരു ചാപ്റ്ററാണ് വെക്ടർ ആൾജിബ്ര. അത് പഠിക്കുന്ന കാര്യം വെച്ച് നോക്കുന്ന സമയത്ത് കുറഞ്ഞ കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. പക്ഷേ നമ്മളെ ബാക്കിയുള്ള ചാപ്റ്റർ പോലെയല്ല, കുറച്ച് അധികം വെയിറ്റേജ് ഉണ്ട്. ഇതേപോലെ വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററാണ് ഇൻ്റഗ്രേഷൻ. ഇൻ്റഗ്രൽസ് അത്യാവശ്യം പഠിക്കാനുണ്ട്, അത്യാവശ്യം ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്. നേരെ മറിച്ച് വെക്ടർ ആൾജിബ്രയിൽ ഒരുപാട് പഠിക്കാനൊന്നുമില്ല, പക്ഷേ അത്യാവശ്യം നന്നായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ് നമ്മുടെ വെക്ടർ ആൾജിബ്ര. ഏകദേശം 4 ക്വസ്റ്റ്യൻസ് വരെ ഈ ചാപ്റ്റർ ഒന്ന് ചോദിക്കും. ഏതായാലും നമുക്ക് ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയണത്, ഇഫ് ലെറ്റ് എ പ്ലസ് ബി ഈസ് ഇക്വൽ ടു ലാംഡ ഐ പ്ലസ് 16j മൈനസ് 18k ആൻഡ് എ മൈനസ് ബി ഈസ് ഇക്വൽ ടു 2i പ്ലസ് 8j പ്ലസ് ലാംഡ കെ ഇഫ് എ പ്ലസ് ബി ഈസ് പെർപെൻഡിക്കുലർ ടു എ മൈനസ് ബി. എടാ, രണ്ട് വെക്റ്റേഴ്സ് പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞാൽ അതിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് അവരുടെ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആയിരിക്കുന്ന. അപ്പം അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബിയും എ മൈനസ് ബിയും പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഡോട്ട് എ മൈനസ് ബി ബിക്കം 0 ആയിരിക്കും. ഇവിടെ എ പ്ലസ് ബി എന്നുള്ള വെക്ടർ വന്നിട്ടുണ്ട്. ഈ വെക്ടറാണ് എ പ്ലസ് ബി. എ മൈനസ് ബി എന്നുള്ള വെക്ടർ ഈ വെക്ടറാണ്. അപ്പോൾ അവരുടെ ഡോട്ട് പ്രൊഡക്റ്റ് എന്താണ്? ഐ ടേമുകളുടെ പ്രൊഡക്റ്റ് ലാംഡ ഇൻറ്റു 2 എന്താ? 2 ലാംഡ. 16 ഇൻറ്റു 8 എന്താ? 16 ഇൻറ്റു 8 എന്ന് പറയുമ്പോൾ 128 ആണ് അല്ലേ. പിന്നെ മൈനസ് 18 ഇൻറ്റു ലാംഡ എന്താ? മൈനസ് 18 ലാംഡ വിച്ച് ഈസ് ഇക്വൽ ടു 0. ഇവിടെ 2 ലാംഡ മൈനസ് 18 ലാംഡ മൈനസ് 16 ലാംഡയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 128 മൈനസ് 16 ലാംഡ ഇസ് ഇക്വൽ ടു 0. മൈനസ് 16 ലാംഡനെ അപ്പുറത്തേക്ക് കൊണ്ടായാലേ 16 ലാംഡ ഇസ് ഇക്വൽ ടു 128 എന്ന് വരും. അപ്പോൾ ലാംഡ ഇസ് ഇക്വൽ ടു 128/16. 128ൽ 16 എത്ര പ്രാവശ്യം പോകുന്നുള്ളതാണ് അടുത്ത ഡിസ്കഷൻ. അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാം, ഇതിൽ ഈ 128 എന്ന് പറയുമ്പോൾ 2⁻7 അല്ലേ. അത് 2, 4, 8, 16, 32, 64, 128. ഇത് 2⁻4 അല്ലേ. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ 2 ക്യൂബ്, അതായത് 8 ആണ് ആൻസർ കിട്ടുക. അപ്പോൾ ലാംഡയുടെ വാല്യൂ 8 ആണെന്ന് മനസ്സിലായി. നിങ്ങൾക്ക് കാണേണ്ടത് മോഡുലസ് ഓഫ് എൻ്റെ മോഡുലസ് ഓഫ് എ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എങ്ങനെ ചെയ്യാം? മോഡുലസ് ഓഫ് എ അറിയണം. അപ്പോൾ ഇവിടെ എ അറിഞ്ഞൂടെ? എ എങ്ങനെ അറിയാം? ഇതിന് ഞാൻ ഇക്വേഷൻ 1 എന്നും ഇതിന് ഞാൻ ഇക്വേഷൻ 2 എന്നും പേരിട്ടു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ 1 പ്ലസ് ഇക്വേഷൻ 2 ചെയ്ത് കഴിഞ്ഞാലേ എന്താ സംഭവം? ഇവിടെ എ പ്ലസ് ബിയും എ മൈനസ് ബിയും തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് 2 ഇൻറ്റു വെക്ടർ എ ആവും. അതേപോലെ കോർഡിനേറ്റുകൾ ലാംഡ ഐ പ്ലസ് 2 എന്ന് പറയുമ്പോൾ ഇവിടെ ലാംഡ ഐ എന്ന് പറയുമ്പോൾ ലാംഡ 8 അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ 8i, ഇവിടെ ലാംഡ 8k എന്നും വരും അല്ലേ. അപ്പോൾ 8i പ്ലസ് 2i 10i എന്ന് വന്നു. പിന്നെ 16j പ്ലസ് 18k 24k ആയി. ദെൻ മൈനസ് 18k പ്ലസ് 8k അത് മൈനസ് 10k എന്ന് വന്നു. ഇത് 2a ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ 2നെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5i പ്ലസ് 12j മൈനസ് 5k അല്ലേ വരിക. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി മോഡുലസ് ഓഫ് വെക്ടർ എ? റൂട്ട് ഓഫ് 5ൻ്റെ സ്ക്വയർ അത് 25 പ്ലസ് 12ൻ്റെ സ്ക്വയർ 144 പ്ലസ് മൈനസ് 5ൻ്റെ സ്ക്വയർ വിച്ച് ഈസ് ഓൾസോ 25. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 194 എന്നല്ലേ ആൻസർ കിട്ടുക. റൂട്ട് 194. ഓപ്ഷൻ ഇ ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ, എ ഇസ് ഇക്വൽ ടു 6i പ്ലസ് 2j പ്ലസ് 3k ബി ഈസ് പാരലൽ ടു എ. എടാ, ഒരു വെക്ടർ വേറൊരു വെക്ടറിന് പാരലൽ ആണെന്ന് പറഞ്ഞാൽ ഇഫ് എ ആൻഡ് ബി ആർ പാരലൽ അല്ലെങ്കിൽ കൊളീനിയർ ആണെങ്കിൽ ബി ഈസ് ഇക്വൽ ടു ലാംഡ ഇൻറ്റു എ നമുക്ക് പറഞ്ഞൂടെ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് പറയാൻ പറ്റും എ ആൻഡ് ബി ആർ പാരലൽ എന്ന് പറയുമ്പോൾ ബി ഈസ് ഇക്വൽ ടു ലാംഡ എ ആണ്. പിന്നെ പറയുന്ന കാര്യം എ ഡോട്ട് ബിയുടെ വാല്യൂ 49/2 ആണെന്ന് പറയണല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എ ഡോട്ട് ഈ ബീനെ എനിക്ക് എന്ത് ചെയ്യാം? ലാംഡ ഇൻറ്റു വെക്ടർ എ എന്ന് എഴുതാം. ഇസിക്കൽ ടു 49/2. ഈ ലാംഡ എന്നുള്ളത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ ഉള്ളത് എ ഡോട്ട് എ ആണ്. എപ്പോഴും നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട റിസൾട്ടാണ് എ ഡോട്ട് എ ഇസിക്കൽ ടു മോഡ് എൻ്റെ സ്ക്വയർ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെച്ചിട്ട് ഒരുപാട് ഫോർമുലാസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്, നല്ലോണം ക്വസ്റ്റ്യൻസും ചോദിക്കും. അപ്പോൾ എ ഡോട്ട് എ എന്ന് പറയുമ്പോൾ അത് മോഡുലസ് എൻ്റെ സ്ക്വയർ എന്ന് വരും വിച്ച് ഈസ് ഇക്വൽ ടു 49/2. ഇനി മോഡുലസ് ഓഫ് എ എന്താ? മോഡുലസ് ഓഫ് എ എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് എന്താ 6ൻ്റെ സ്ക്വയർ 36 പ്ലസ് 2ൻ്റെ സ്ക്വയർ 4 പ്ലസ് 3ൻ്റെ സ്ക്വയർ 9
√49 വരും. അപ്പോൾ മോഡ് എൻ്റെ സ്ക്വയർ എന്താ 49. അപ്പോൾ ലാംഡ ഇൻറ്റു 49 ഇസ് ഇക്വൽ ടു 49/2 വിച്ച് മീൻസ് ലാംഡ ഇസ് ഇക്വൽ ടു 1/2 എന്ന് വന്നു. അപ്പോൾ ലാംഡയുടെ വാല്യൂ 1/2 ആണ്. അപ്പോൾ മോഡ് ബീനെ കാണണം. എടാ ബി എന്ന് പറഞ്ഞാൽ എന്താ ലാംഡ ടൈംസ് വെക്ടർ ആണ്. ലാംഡ എന്താന്ന് കിട്ടി 1/2. വെക്ടർ എന്താന്ന് കിട്ടി 6i + 2j + 3k ആണെന്ന് മനസ്സിലായി. നമുക്ക് വേണ്ടത് മോഡുലസ് ഓഫ് വെക്ടർ ബി ആണ്. എടാ 1/2ന്റെ മോഡുലസ് 1/2. ഇതിൻ്റെ മോഡുലസ് എത്ര? അത് √49 അതായത് 7 ആണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. 7/2 is the right answer. Option E is correct. Next question അല്ലേ. If a plus b, modulus of a plus b √14/2 ആണ്, where a and b are unit vectors. യൂണിറ്റ് വെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ മോഡുലസ് ഓഫ് എ ഇസ് ഇക്വൽ ടു മോഡുലസ് ഓഫ് ബി ഇസ് ഇക്വൽ ടു 1 ആണ്. then the value of mod a plus b whole square plus mod a minus b whole square. എടാ ഇത് നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയ രണ്ട് കാര്യങ്ങൾ. അതായത് മോഡ് എന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എ ഡോട്ട് എ ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്ത റിസൾട്ടാണ് എ പ്ലസ് ബി. മോഡ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ മോഡ് എ സ്ക്വയർ പ്ലസ് 2 എ പ്ലസ് ബി പ്ലസ് മോഡ് ബിൻ്റെ സ്ക്വയർ എ മൈനസ് ബി ഹോൾ സ്ക്വയർ മോഡ് എൻ്റെ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എ ഡോട്ട് ബി പ്ലസ് മോഡ് ബിയുടെ സ്ക്വയർ. ഇതേപോലെ മോഡുലസ് ഓഫ് എ പ്ലസ് ബി പ്ലസ് സി ഹോൾ സ്ക്വയർ ഉണ്ടാക്കിയെടുത്തു. മോഡ് എ സ്ക്വയർ പ്ലസ് മോഡ് ബി സ്ക്വയർ പ്ലസ് മോഡ് സി സ്ക്വയർ പ്ലസ് 2 എ ഡോട്ട് ബി പ്ലസ് 2 ബി ഡോട്ട് സി പ്ലസ് 2 സി ഡോട്ട് എ. ഇത് പഠിക്കാൻ സുഖമാണ്. നമ്മൾ എ പ്ലസ് ബി പ്ലസ് സി ഹോൾ സ്ക്വയർ എന്താ പഠിച്ച്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് 2ab പ്ലസ് 2b സി പ്ലസ് 2c. അതിനോട് സിമിലർ ആണ്. അതേപോലെ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ നമ്മൾ പഠിച്ച് എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. അതിനോട് സിമിലർ ആയിട്ടുള്ള റിസൾട്ടുകളാണ് ഇതൊക്കെ. അപ്പോൾ പഠിക്കാൻ സുഖമാണ്. ഇത് മൂന്നാമത്തെ നമുക്കിവിടെ ആവശ്യമൊന്നുമില്ല. ഇതാണ് ആവശ്യമുള്ളത്. ഞാൻ ഇത് പറഞ്ഞ കൂട്ടത്തിൽ ഇതൊന്ന് പറഞ്ഞു എന്ന് മാത്രം. ക്വസ്റ്റ്യല്ലേ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് എ മൈനസ് ബി ഹോൾ സ്ക്വയറാ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്താൽ എന്താ സംഭവിക്കുക? ഇതും ക്യാൻസൽ ആവും, ഇതും ക്യാൻസൽ ആവും. 2 എ ഡോട്ട് ബി മൈനസ് 2 എ ഡോട്ട് ബി എന്താ? അത് 4 ടൈംസ് എ ഡോട്ട് ബി ആവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ മോഡുലസ് ഓഫ് എ പ്ലസ് ബി സ്ക്വയർ മൈനസ് മോഡുലസ് ഓഫ് എ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് 4 ടൈംസ് എ ഡോട്ട് ബി എന്ന് വന്നു. റെഡി? ഇനി അതാണ് കാണേണ്ടത്. അപ്പോൾ എ ഡോട്ട് ബി അറിയണം. എ ഡോട്ട് ബി അറിയാനേ എന്താ ചെയ്യാമെന്ന് നമുക്കൊരു ഐഡിയ ഇല്ല. സാധാരണ ഞാൻ പറയുന്ന ഡയലോഗ് ഉണ്ട്. അത് ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഉപയോഗിക്കേണ്ട ഫോർമുലയാണിത്. അന്തം ഫോർമുല. അതായത് മോഡുലസ് ഓഫ് എൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എ ഡോട്ട് എ എന്ന് പറയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇനി എ ഡോട്ട് ബി കണ്ടു കഴിഞ്ഞാലേ നമുക്ക് സാധനം കിട്ടുള്ളൂ. പക്ഷേ ഇവിടെ എങ്ങനെയാണ് എവിടെ നിന്നാണ് കാണാമെന്നൊരു ഐഡിയ ഇല്ല. അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതായത് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കേണ്ട ഒരു ലോജിക്ക് എന്താ വെച്ചാൽ മോഡ് എ പ്ലസ് ബി എന്താ √14/2 അല്ലേ. അപ്പോൾ അന്തം വിടുന്ന സമയത്ത് ഉപയോഗിക്കേണ്ട ഫോർമുല ഇതാണ്. മോഡ് എൻ്റെ സ്ക്വയർ ആണെങ്കിൽ എ ഡോട്ട് എ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്ക്വയർ എടുക്കുക. ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുത്താണ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് രണ്ട് ഭാഗത്ത് സ്ക്വയർ എടുക്കുക. അപ്പോൾ അതെന്ത് വരും? മോഡ് എൻ്റെ സ്ക്വയർ പ്ലസ് 2 ടൈംസ് എ ഡോട്ട് ബി പ്ലസ് മോഡ് ബിൻ്റെ സ്ക്വയർ ഇസ് ഇക്വൽ ടു √14ൻ്റെ സ്ക്വയർ 14 ആണ്, 2ൻ്റെ സ്ക്വയർ 4 ആണ്. അപ്പോൾ ഇത് 7/2 എന്ന് വരും. എടാ എയും ബി യൂണിറ്റ് വെക്ടേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. ആ 1ൻ്റെ സ്ക്വയർ പ്ലസ് 2 ടൈംസ് എ ഡോട്ട് ബി പ്ലസ് 1ൻ്റെ സ്ക്വയർ ഇസ് ഇക്വൽ ടു 7/2 എന്ന് വന്നു. എടാ ഈ 1 + 1 2 ആണ്. ആ +2നെ ഞാൻ അപ്പുറത്തേക്ക് എടുത്താൽ -2 ആവും. അപ്പോൾ 2 ടൈംസ് എ ഡോട്ട് ബി ഇസ് ഇക്വൽ ടു 7/2 - 2 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 7 - 4/2 എന്ന് ആവും. ദാറ്റ് ഈസ് 3/2. എ ഡോട്ട് ബി 3/2 2 ടൈംസ് എ ഡോട്ട് ബി 3/2 ആണ്. അപ്പോൾ എ ഡോട്ട് ബി എന്താ 3/4. എ ഡോട്ട് ബി ഇസ് ഇക്വൽ ടു 3/4. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ 4 ടൈംസ് എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ അത് 3/4 എന്ന് എഴുതും. ഇവിടെ 4കൾ തമ്മിൽ കട്ടായി പോയി കഴിഞ്ഞാൽ ആൻസർ എന്ത് കിട്ടും? 3 ആണ്. 3 ആണ് ഫൈനൽ ആൻസർ വരിക. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. റെഡി? അടുത്ത ക്വസ്റ്റ്യൻ അല്ലേ. എ ബി സി ഡി ബി എ റെക്റ്റാങ്കിൾ എ ബി ഇസ് ഇക്വൽ ടു ദിസ് വെക്ടർ ആൻഡ് എ ഡി ഇസ് ഇക്വൽ ടു ദിസ് വെക്ടർ ദെൻ ദ ലെങ്ത് ഓഫ് ബി ഡി ഈസ്. റെഡി? എടാ നിങ്ങൾ ഒരു പാരലോഗ്രാമിൽ മനസ്സിലാക്കി വെക്കേണ്ടത് ഇവിടെ പറയണത്
പാരലോഗ്രാം എ ബി സി ഡി ഇസ് റെക്റ്റാങ്കിൾ എന്നാണ് പറയുന്നത് അല്ലേ. റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ അതൊരു പാരലോഗ്രാം തന്നെയാണ്, സ്പെഷ്യൽ കേസ് ഓഫ് പാരലോഗ്രാം. എ ബി സി ഡി എന്നുള്ള ഒരു റെക്റ്റാങ്കിളാണിത്. അതിൽ എ ബി എന്നുള്ള വെക്ടറും എ ഡി എന്നുള്ള വെക്ടറും തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അങ്ങനെയാണെങ്കിൽ ബി ഡിയുടെ ലെങ്ത്താണ് ചോദിച്ചത്. സിമ്പിളായി ചിന്തിക്കാം. അതായത് നിങ്ങളൊരു പാരലോഗ്രാം കൺസിഡർ ചെയ്താലേ, ഒരു ജസ്റ്റ് ഒരു തിയറിയാണ്. ഈ വെക്ടർ എയും ഈ വെക്ടർ ബിയും ആണെങ്കിൽ ഈ ഡയഗണൽ എന്തായിരുന്നു എല്ലാവർക്കും അറിയാം, എന്താണ്? എ പ്ലസ് ബി, പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താ? മോഡുലസ് ഓഫ് എ പ്ലസ് ബി. ഇനി പിന്നെ നിങ്ങൾ പഠിച്ചൊരു കാര്യമുണ്ട്, ഇതിൻ്റെ ഓഫ് ഡയഗണൽ ഉണ്ടല്ലോ, ഇതാണ് എ മൈനസ് ബി. റെഡി? അപ്പോൾ അതിൻ്റെ ലെങ്ത് എത്ര? അതിന് മോഡുലസ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ വെക്ടർ എ ബിനെ ഞാൻ സ്മാൾ ലെറ്റർ എ എന്നും ഈ വെക്ടർ എ ഡിനെ ഞാൻ സ്മാൾ ലെറ്റർ ബി എന്നും വിളിച്ചാൽ ഇത് എ പ്ലസ് ബി ആണ്. വാട്ട് വിൽ ബി ദിസ് ഡയഗണൽ ഈസ് എ മൈനസ് ബി. അപ്പോൾ അതിൻ്റെ മോഡുലസ് വാല്യൂ അല്ലേ അതിൻ്റെ ലെങ്ത്. അപ്പോൾ ബി ഡിയുടെ ലെങ്ത് കാണണമെങ്കിൽ ഈ ഡി ബിയുടെ ലെങ്ത്തും ബി ഡിയുടെ ലെങ്ത്തും സെയിം അല്ലേ. അപ്പോൾ എ മൈനസ് ബി കണ്ടാൽ മതി, എന്നിട്ട് അതിൻ്റെ മോഡുലസ് വാല്യൂ എടുക്കുക. എ മൈനസ് ബി എന്ന് പറയുമ്പോൾ വെക്ടർ എ ബിയിൽ നിന്ന് വെക്ടർ എ ഡി മൈനസ് ചെയ്തത്. വെക്ടർ എ ബി 5i എന്ന് 3i കുറച്ചാൽ 2i. ഇവിടുത്തെ 4jയിൽ നിന്ന് 2j കുറച്ചാൽ 2j. ഇവിടുത്തെ -3kയിൽ നിന്ന് -k കുറച്ചാൽ -2k. ക്ലിയർ? ഇതിൽ നിന്ന് വേണമെങ്കിൽ എനിക്ക് 2നെ കോമൺ എടുക്കാം, i മൈനസ് i പ്ലസ് ജെ മൈനസ് കെ. അപ്പോൾ അതിൻ്റെ മോഡുലസ് വാല്യൂ, അപ്പോൾ ബി ഡി എന്ന് പറഞ്ഞാൽ എന്താ? ബി ഡി എന്നുള്ള ലെങ്ത്ത് അത് മോഡുലസ് ഓഫ് എ മൈനസ് ബി ആണ്. അതായത് 2ൻ്റെ മോഡുലസ് 2 തന്നെയാണ്. ഈ വെക്ടറിൻ്റെ മോഡുലസ് √1² പ്ലസ് 1² പ്ലസ് -1ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ അത് 2√3 എന്നാണ് ആൻസർ കിട്ടുക. ഓപ്ഷൻ സി ഈസ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ, if mod A is equal to 12 and the projection of A on B is 6√3, then the angle between A and B. ആംഗിൾ തന്നിട്ട് ആംഗിളാണ് ചോദിച്ചല്ലേ. പ്രൊജക്ഷൻ്റെ യഥാർത്ഥ കോൺസെപ്റ്റ് എന്താണെന്നറിയോ? അത് പ്രൊജക്ഷൻ ഓഫ് വെക്റ്റർ എ ഓൺ വെക്റ്റർ ബി എന്ന് പറഞ്ഞാലേ, ഇപ്പം നമ്മൾ ഈ ബി എന്നുള്ള വെക്ടറിൽ എ എന്നുള്ള വെക്ടർ ഉണ്ടാക്കുന്ന ഷാഡോയുടെ ലെങ്ത് എന്നാണ്. ഷാഡോ എന്ന് പറയുമ്പോൾ 2 എൻഡ് പോയിന്റിൽ നിന്നും എന്ത് ചെയ്യുക, പെർപെൻഡിക്കുലർ നീട്ടി വരച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഈ ലെങ്ത്താണ് പ്രൊജക്ഷൻ. ഈ 2 വെക്ടർ തമ്മിലുള്ള ആംഗിൾ തീറ്റയാണെങ്കിൽ നിങ്ങൾക്കറിയാം, പിന്നെ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ഒരു ലെങ്ത്ത് ഈ ലെങ്ത്ത് 6, ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ അടുത്തുള്ളത് 6 cos തീറ്റ, ഓപ്പോസിറ്റ് ഉള്ളത് 6 sin തീറ്റ എന്നൊക്കെ പഠിച്ചിട്ടില്ലേ. അപ്പോൾ അത് പ്രകാരം ഈ ലെങ്ത്ത് എന്താ? മോഡ് എ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ലെങ്ത്ത് എന്താ? മോഡ് എ കോസ് തീറ്റ. ഇതാണ് പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി. ഇതിനെയാണ്, ആ ലെങ്ത്തിനെയാണ് പ്രൊജക്ഷൻ ഓഫ് വെക്റ്റർ എ ഓൺ വെക്റ്റർ ബി എന്ന് പറയുന്നത്. അതിന് ഈ കോസീറ്റയുടെ എ ഡോട്ട് ബി ബൈ മോഡുലസ് ഓഫ് എ ആൻഡ് മോഡുലസ് ഓഫ് ബി എന്നുള്ള ഡെഫിനേഷൻ കൊടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിൽ ഓർമ്മയുള്ള എ ഡോട്ട് ബി ക്യാപ് എന്നുള്ള റിസൾട്ട് വരുന്നത്. അല്ലെങ്കിൽ എ ഡോട്ട് ബി ബൈ മോഡുലസ് ഓഫ് വെക്റ്റർ ബി എന്നുള്ള എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള റിസൾട്ട് വരുന്നത്. അതിൻ്റെ യഥാർത്ഥ ലോജിക്ക് ഇതാണ്. ഇതിൽ നിന്നാണ് വാക്ക് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ ഈ ലോജിക്ക് അറിയാമെങ്കിൽ ക്വസ്റ്റ്യൻ, അതായത് കോൺസെപ്റ്റ് ക്ലിയർ ആക്കി പഠിച്ചാൽ സംഗതി വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ദ പ്രൊജക്ഷൻ ഓഫ് വെക്റ്റർ എ ഓൺ വെക്റ്റർ ബി. പ്രൊജക്ഷൻ ഓഫ് വെക്റ്റർ എ ഓൺ വെക്റ്റർ ബി എന്താ? മോഡ് എ കോസ് തീറ്റയാണ്. ഇതാണ് എന്ത്? 6√3. ദെൻ ദ ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി ആണ് ചോദിച്ചത്. മോഡ് എ എന്താ? 12 കോസ് തീറ്റ ഇസ് ഇക്വൽ ടു 6√3. അപ്പോൾ ഈ 12 അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കോസ് തീറ്റ ഇസ് ഇക്വൽ ടു √3/2 എന്നാകും. ആരാ √3/2? 30 ഡിഗ്രി, അതായത് π/6. കോസ് 5/6 അല്ലേ. ഓപ്ഷൻ ബി ഇസ് റൈറ്റ് ആൻസർ. കണ്ടോ, ഈസി ആയിട്ട് ചെയ്യാം, ഈസി ക്വസ്റ്റ്യൻസ് ആണ്. അടുത്തതേ, let A is equal to alpha I minus 3j minus 2k, C is equal to I minus 2j plus 2k, then the projection of A on C is 2. Projection of A on B എന്താ? A dot B by mod B. A dot B by mod B. അപ്പോൾ projection of A on C എന്താ? A dot C by mod C.
ഇതിൻ്റെ വാല്യൂ ആണ് എന്ത് 2. ഇതെന്താ വാല്യൂ ഓഫ് ആൽഫയാണ് ചോദിക്കുന്നത്. അപ്പോൾ എ ഡോട്ട് സി എന്താടാ ചെയ്യുക, ആൽഫ ഇൻറ്റു 1 ആൽഫ -3 ഇൻറ്റു -2 +6 -2 ഇൻറ്റു +2 -4 ഓൾ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് സി. ഇതിൻ്റെ മോഡുലസ് വാല്യൂ എന്താ, റൂട്ട് ഓഫ് 1 സ്ക്വയർ എന്താ 1 പ്ലസ് -2ൻ്റെ സ്ക്വയർ എന്താ 4 പ്ലസ് 2ൻ്റെ സ്ക്വയർ എന്താ 4 = 2 എന്ന് വരും. ഇത് റൂട്ട് 9 ആവൂലേ. അപ്പോൾ ആൽഫ പ്ലസ് 2 ഡിവൈഡഡ് ബൈ 3 = 2 എന്ന് വരും. ആൽഫ പ്ലസ് 2 = 6 എന്ന് വരും. അപ്പോൾ ആൽഫയുടെ വാല്യൂ എന്താ 4 എന്നാവും. അപ്പോൾ ആൽഫ = 4. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ക്ലിയർ ആയി ചെയ്യാം. എടാ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ, മോഡ് എ = 8, മോഡ് ബി = 5, മോഡ് എ മൈനസ് ബി = 7. ദെൻ ദ ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി. ഇവിടെ ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി കാണാൻ ഉപയോഗിക്കുന്ന ഫോർമുല ഏതാ? നമ്മൾ സാധാരണ എപ്പോഴും ഉപയോഗിക്കൽ കോസ് തീറ്റ = എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മോഡ് എ ഇൻറ്റു മോഡ് ബി. റെഡി? അപ്പോൾ അത് കാണണമെങ്കിൽ മോഡ് എയും അറിയണം മോഡ് ബിയും. അത് രണ്ടും ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട്. എ ഡോട്ട് ബിയും അറിയണം. എ ഡോട്ട് ബി ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ എങ്ങനെ ചെയ്യാമെന്നറിയാതെ, കാരണം ഇവിടെ അങ്ങനത്തെ ഒരു ഡാറ്റ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അന്തം വിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അന്തം വിടുന്ന സമയത്ത് അപ്ലൈ ചെയ്യേണ്ട ഫോർമുല ഏതാ? മോഡ് എൻ്റെ സ്ക്വയർ = എ ഡോട്ട് ബി എന്നുള്ള കോൺസെപ്റ്റ്, എ ഡോട്ട് എ എന്നുള്ള കോൺസെപ്റ്റ് അല്ലേ. റെഡി? അപ്പോൾ അതേപോലെ ഇവിടെ എ മൈനസ് ബി = 7 ഉണ്ട്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എന്താ? അപ്പോൾ സ്ക്വയർ എടുക്കാം. മോഡിൻ്റെ സ്ക്വയർ = 7 സ്ക്വയർ. അപ്പോൾ ഇതൊരു ഫോർമുല നമ്മൾ റെഡിമെയ്ഡായിട്ട് പഠിച്ചു വെച്ചു. എന്തായിരുന്നു ഫോർമുല? മോഡ് എൻ്റെ സ്ക്വയർ -2 ടൈംസ് എ ഡോട്ട് ബി പ്ലസ് മോഡ് ബിയുടെ സ്ക്വയർ = 49 എന്ന് വന്നു. മോഡ് എ എന്ന് പറയുമ്പോൾ അത് 8 ആണ്. 8ൻ്റെ സ്ക്വയർ ഈ -2 എ ഡോട്ട് ബിന് അപ്പുറത്തേക്കും 49 അപ്പുറത്തേക്കും കൊണ്ടുവന്നാലേ പിന്നെ മോഡ് ബിൻ്റെ സ്ക്വയർ എന്താ? അത് 5 സ്ക്വയർ -49 which is equal to 2 ടൈംസ് എ ഡോട്ട് ബി 9. ഇവിടെ 64 + 25 - 49 അല്ലേ. അതായത് 64 + 25 - 49 = 2 ടൈംസ് എ ഡോട്ട് ബി 9. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്ക്, 25 ന്ന് 49 കുറച്ചാൽ -24 ആണ്. 64 - 24 എന്താ? 40 എന്ന് വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2 ടൈംസ് എ ഡോട്ട് ബി എന്തായി? 40 ആയി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എ ഡോട്ട് ബി എന്താ? 20. എ ഡോട്ട് ബി 20 എന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി എന്താ? കോസ് തീറ്റ = എ ഡോട്ട് ബി ബൈ മോഡ് എ ഇൻറ്റു മോഡ് ബി. എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ 20 ഓൾ ഡിവൈഡഡ് ബൈ മോഡ് എയും മോഡ് ബി എന്താ? മോഡ് എ എന്ന് പറയുമ്പോൾ 8, മോഡ് ബി എന്ന് പറഞ്ഞാൽ 5. 8 × 5 40 ആണ്. 20/40 എന്താ? 1/2. എന്തിൻ്റെ ആംഗിളാണ് 1/2? 60 ഡിഗ്രി അല്ലേ. അതായത് π/3. തീറ്റയുടെ വാല്യൂ π/3 ആണ്. ഏതാ? ഓപ്ഷൻ ഇ ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. If mod A = 3, mod B = 2, then the value of 2a + 3b dot 2a - 3b = 2. എടാ ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 2a dot 2a എന്താ? 4 × mod A സ്ക്വയർ. 2a dot -3b അത് -6 a dot b ആ. പിന്നെ 3b dot 2a അത് 6 ടൈംസ് ബി ഡോട്ട് എ എന്നാണ് വരിക. 3b ഡോട്ട് -3b അത് -9 മോഡ് ബിയുടെ സ്ക്വയർ എന്ന് വരും. റെഡി? ഇനി 4 ടൈംസ് മോഡ് എൻ്റെ സ്ക്വയർ എന്താ? മോഡ് എൻ്റെ സ്ക്വയർ 3 സ്ക്വയർ ആണ്. -6 എ ഡോട്ട് ബി. ബി ഡോട്ട് എയും എ ഡോട്ട് ബിയും സെയിം അല്ലേ. അപ്പോൾ ഇവർ തമ്മിൽ എന്താവും? കട്ടായി പോകും. പിന്നെ -9 ടൈംസ് മോഡ് ബിൻ്റെ സ്ക്വയർ എന്താ? അത് 2ൻ്റെ സ്ക്വയർ എന്ന് വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 4 × 9 36 മൈനസ് ഇവിടെ 9 × 4 അതും തന്നെ 36. 36 - 36 ആൻസർ become 0. ഓപ്ഷൻ ഇ ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ. ലെറ്റ് OA OB OC
ബി ദ പൊസിഷൻ വെക്ടേഴ്സ് ഓഫ് എ ബി ആൻഡ് സി ദെൻ ഇതിൽ ഏത് റിലേഷൻഷിപ്പാണ് ഒബേ ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. എടാ ഈ ഓപ്ഷൻസിൽ എ സി ഉണ്ട്, എ ബി ഉണ്ട്, പിന്നെ ബി സി ഉണ്ട്. അപ്പോൾ അതിൻ്റെ വാല്യൂ ഒന്ന് കണ്ടുനോക്കിയാൽ മതി. അതായത് ഞാൻ ആദ്യം എന്നാൽ എ ബിനെ കണ്ടാലേ വെക്റ്റർ എ ബി എന്ന് പറഞ്ഞാൽ എന്താ, ഹെഡ് മൈനസ് ടെയിൽ അല്ലേ കോൺസെപ്റ്റ്. ഒ ബി മൈനസ് ഒ എ ചെയ്താലാണ് എ ബി കിട്ടുക. ബിയിൽ നിന്ന് എ കുറച്ചാൽ, ഒ ബിയിൽ നിന്ന് ഒ എ കുറച്ചാൽ എടാ 3 - 2 എന്താ 1. 1 ടൈംസ് ഐ ജെ ടേം നോക്കുകയാണെങ്കിൽ 1j - 3j -2j -2k -5k വിച്ച് ഈസ് +3k എന്ന് വരും. ഇതാണ് വെക്റ്റർ എ ബി. ഇനി അടുത്തതേ വെക്റ്റർ എ സി നോക്കാം. എയിൽ നിന്ന് സിയിലേക്ക്, സി ഒ സി മൈനസ് ഒ അല്ലേ വരിക. എ സി എന്ന് പറഞ്ഞാൽ ഒ സി മൈനസ് ഒ എന്ന് വരും. അപ്പോൾ 6 - 2 4i എന്ന് വന്നു. ഇവിടെ -5j -3j -8j പിന്നെ 7k -5k +12k എന്ന് വന്നു. റെഡി. ഇവിടെ ഇതിൽ ആരെങ്കിലും കോമൺ ഉണ്ടോ? 4 കോമൺ അല്ലേ. 4നെ കോമൺ ആയിട്ട് ഔട്ട് സൈഡിലേക്ക് എടുത്താൽ i - 2j +3k ഉണ്ട്. i - 2j +3k എന്ന് പറഞ്ഞാൽ എന്താ, അത് എ ബി ആണ്. 4 ടൈംസ് എ ബി. അപ്പോൾ വേണമെങ്കിൽ എന്ത് പറയാം, എ സി ഈസിക്കൽ 4 ടൈംസ് എ ബി. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? എ സി ഈസിക്കൽ ടു 4 ടൈംസ് എ ബി. കണ്ടോ, ഓപ്ഷൻ ഇ ഈസ് എ റൈറ്റ് ആൻസർ. പിന്നെ വേറെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഏതെങ്കിലും ഒന്നല്ലേ കറക്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി അത് ശരിയായില്ലെങ്കിൽ ആരെയും കൂടി കാണണം, ബി സിനെയും കൂടി കാണണം. അപ്പോൾ പിന്നെ വേറെ വല്ല റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് കിട്ടും. ദാറ്റ് ഈസ് ഓപ്ഷൻ ഇ ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ നമ്മൾ നോക്കിയാലൊക്കെ ഭൂരിഭാഗത്തിൻ്റെ ആൻസർ ഇ ആണല്ലേ ഓപ്ഷൻ. അതെഴുതിയിട്ട് കറക്കി കുത്തെഴുതി കുറേ എണ്ണത്തിൽ അങ്ങനെ കാണാറുണ്ട് ഓപ്ഷൻ ഇ ആയിട്ട്. ഏതായാലും നോക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലെറ്റ് എ ബി ഈസ് ഈക്വൽ ടു 2i + 10j + 11k. എ സി ഈസ് ഈക്വൽ ടു -i + 2j + 2k. ഇഫ് തീറ്റ ഈസ് ആംഗിൾ ബിറ്റ്വീൻ എ ബി ആൻഡ് എ സി ദെൻ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു. സൈൻ തീറ്റ ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫോർമുല എങ്ങനെയാണ്, സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എ ക്രോസ് ബി ബൈ മോഡ് എ ഇൻറ്റു മോഡ് ബി പ്രകാരം സൈൻ തീറ്റ ഡയറക്റ്റ് ആയിട്ട് കിട്ടും. പക്ഷേ ഈ എ ക്രോസ് ബി കാണുക എന്ന് പറയുമ്പോൾ എ ഡോട്ട് ബി കാണുന്നതിനേക്കാളും പ്രയാസമല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക അറിയോ, എ ഡോട്ട് ബി തന്നെ കാണാം, എന്നിട്ട് കോസ് തീറ്റ കാണാം, എന്നിട്ട് അതിനെ സൈൻ തീറ്റ ആക്കിയാൽ മതി. അപ്പോൾ കോസ് തീറ്റ കാണാൻ ഉപയോഗിക്കുന്ന ഫോർമുല എങ്ങനെ, എ ഡോട്ട് ബി കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എ ഡോട്ട് ബി ബൈ മോഡ് എ ഇൻറ്റു മോഡ് ബി ചെയ്താൽ പോരെ. അപ്പോൾ ഇവിടെ ഇതാണ് എ, ഇതാണ് ബി. അപ്പോൾ എ ഡോട്ട് ബി എന്ന് പറയുമ്പോൾ ഇത് ഡോട്ട് ഇതെന്താ 2i ഇൻറ്റു -2i ഡോട്ട് -i ഇതെന്താ -2 വരും. പിന്നെ 10 × 2 +20 വരും. ജെ ടേമുകൾ പ്രൊഡക്റ്റ് ചെയ്താൽ 11 × 2 +22 എന്നും വരും. ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് എ എന്താ, അതിൻ്റെ മോഡുലസ് വാല്യൂ √2 ൻ്റെ സ്ക്വയർ 4 +100 +121 ഇൻറ്റു √, ഇതിൻ്റെ സ്ക്വയർ 1 +4 +4. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്നത് ഈ -2 28 20 ആവും. അപ്പോൾ 20 + 20 40 ഡിവൈഡഡ് ബൈ ഇതെന്ത് വരും 225 അല്ലേ. √225 ഇൻറ്റു ഇവിടെ √9 എന്ന് വന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു, കോസ് തീറ്റ എന്ത് വരും 40/15 ഇൻറ്റു √9 എന്താ 3 ആണ് വരും അല്ലേ. അപ്പോൾ ഇവിടെ സിംപ്ലിഫിക്കേഷൻ ചെയ്താൽ ഇവിടെ 5 എത്ര പ്രാവശ്യം 3 ടൈംസ്, ഇവിടെ 5 8 ടൈംസ്. ഫർദർ സിംപ്ലിഫിക്കേഷൻ നടക്കുമോ, ഇല്ലല്ലോ. ഇത് 8/9 എന്ന് വന്നു. എടാ കോസ് തീറ്റ 8/9 ആണെങ്കിലേ സൈൻ തീറ്റ എങ്ങനെ എഴുതാം, സൈൻ തീറ്റ √1 - cos² തീറ്റ എന്ന് ചിന്തിച്ചൂടെ. ദാറ്റ് ഈസ് √1 - 8/9ൻ്റെ സ്ക്വയർ എന്താ 64/81. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താലേ 81 - 64 ഡിവൈഡഡ് ബൈ 81. 64 ന്ന് 81 കുറച്ചാൽ എത്ര 74 84 ആകുമ്പോൾ 17 അല്ലേ വരിക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ √17/√81 എന്താ 9 ആണ്, വിച്ച് ഈസ് √17/9. ഓപ്ഷൻ ഡി ഇസ് റൈറ്റ് ആൻസർ. അവിടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ. ലെറ്റ് എ ക്രോസ് 2i + 3j + 4k is equal to 2i + 3j + 4k cross b.
ഇഫ് മോഡുലസ് ഓഫ് എ ക്രോസ് ബി ഈസിക്കൽ 29 ദെൻ എ പ്ലസ് ബി ഈസിക്കൽ ടു എന്താണ്? മോഡുലസ് ഓഫ് എ പ്ലസ് ബി തന്നിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബി എന്താണെന്ന് ചോദിച്ചു. ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട ലോജിക്ക് എ ക്രോസ് ബി എന്നുള്ള വെക്ടറും ബി ക്രോസ് എ എന്നുള്ള വെക്ടറും തമ്മിലുള്ള ബന്ധം എന്താ? വിച്ച് ആർ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ബട്ട് ഓപ്പോസിറ്റ് ഇൻ സൈൻ എന്നാ. അപ്പം അങ്ങനെയാണെങ്കിൽ എ ക്രോസ് ബി ഈസിക്കൽ ടു മൈനസ് ഓഫ് ബി ക്രോസ് എ എന്ന് പറയാം. ക്ലിയർ? അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞാനേ മൈനസ് ഓഫ് ബി ക്രോസ് എന്നുള്ള ഒരാളുണ്ടെങ്കിൽ അയാളെ എ ക്രോസ് ബി എന്ന് എഴുതി കൂടെ? ഞാനൊരു കാര്യം ചെയ്യാം, ഇയാളെ ഞാൻ പുറത്തേക്ക് എടുത്തു. അപ്പം അങ്ങനെ എടുക്കുന്ന സമയത്ത് എന്ത് വരും? എ ക്രോസ്. ഇപ്പം ഞാൻ പിന്നെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ ബി ഓൾറെഡി ഉണ്ട്. ഇപ്പം ഇതിന് ഞാൻ വേറൊരു പേര് വിളിക്കാം, ഇതിനെ ഞാൻ ആർ എന്ന് വിളിക്കാം തൽക്കാലം. അപ്പോൾ ഇവിടെ എ ക്രോസ് ആർ മൈനസ് ഈ പ്ലസ് ഇങ്ങോട്ട് വരുമ്പോൾ ഇത് ആറല്ലേ, ആർ ക്രോസ് ബി എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 0. എടാ ഈ മൈനസ് ആർ ക്രോസ് ബീനെ വേണമെങ്കിൽ ബി ക്രോസ് ആർ എന്ന് എഴുതി കൂടെ? എ ക്രോസ് ആർ മൈനസ് പ്ലസ് ബി ക്രോസ് ആർ എന്ന് എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു 0. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പം നമ്മൾ എ ക്രോസ് ബി പ്ലസ് സി ചെയ്യുകയാണെങ്കിൽ എ ക്രോസ് ബി പ്ലസ് സി എന്ന് പറഞ്ഞാൽ എന്താ? എ ക്രോസ് ബി പ്ലസ് എ ക്രോസ് സി എന്നാണ് വരിക. നേരെ മറിച്ച് നമ്മൾ ചെയ്യണത് ബി പ്ലസ് സി ക്രോസ് എ ആണെന്നുണ്ടെങ്കിലോ, ഇവിടെ ക്രോസ് ഇതിൻ്റെ റൈറ്റ് സൈഡിലാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇതിനെങ്ങനെ എഴുതാൻ പാടുള്ളൂ? ബി ക്രോസ് എ പ്ലസ് സി ക്രോസ് എ. ഏത് ഭാഗത്താണോ ആ ഒരു വെക്ടർ ഉള്ളത്, ക്രോസ് ആണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തു നിന്ന് തന്നെ വരണം. അതായത് എ ക്രോസ് ആകുമ്പോൾ ഇവിടെ രണ്ടും ലെഫ്റ്റ് സൈഡിലാണ് എ, ഇവിടുന്ന് റൈറ്റിൽ നിന്നാണ് എ ക്രോസ് ചെയ്യുമ്പോൾ ഇവിടെ അങ്ങനെ വരണം. അപ്പം അങ്ങനെയാണെങ്കിൽ നേരെ തിരിച്ച് ചിന്തിച്ച് നോക്ക്, എകളെ കോമൺ ആയിട്ട് ഔട്ട് സൈഡിലേക്ക് എടുക്കാം. എകൾ രണ്ടും ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ നോക്ക് എകൾ രണ്ടും ഇതിൻ്റെ റൈറ്റ് സൈഡിലാണ്, അപ്പോൾ റൈറ്റ് സൈഡിലേക്കാണ് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുക. ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഇവിടെ നോക്ക്, ഇതിൽ രണ്ടിലും 6 ഉണ്ടല്ലോ കോമൺ ആയിട്ട്, പക്ഷെ ആ 6 റൈറ്റ് സൈഡിലല്ലേ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എങ്ങനെ എഴുതുക? എ പ്ലസ് ബി ക്രോസ് ആർ ഇസിക്കൽ ടു 0 എന്ന് എഴുതും. ഈ 6 എന്നുള്ള വെക്ടർ ഇതാണ് കേട്ടോ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കണ്ടീഷൻ, രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആവാനുള്ള കണ്ടീഷൻ എന്താ? അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആകുക. അപ്പോൾ പാരലൽ ആവാനുള്ള കണ്ടീഷൻ എന്താ? അതിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് 0 ആകുക. അപ്പോൾ നമുക്ക് കൂടുതൽ ആവശ്യം വരെ എങ്ങനെ അറിയാം? നേരെ തിരിച്ചായിരിക്കും ആവശ്യം വരിക. അതായത് രണ്ടാൾക്കാർ എ ക്രോസ് ബി ചെയ്യുമ്പോൾ 0 കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എ ആൻഡ് ബി ആർ പാരലൽ അല്ലെങ്കിൽ കൊളീനിയർ, രണ്ടും സെയിം ആണ്. ഇവിടെ പാരലൽ ഓർ കൊളീനിയർ ആയിരിക്കും. പാരലും കൊളീനിയർ ആവുള്ള കണ്ടീഷൻ എന്താ? വെക്ടർ എ സിക്കലു ലാംഡ ടൈംസ് വെക്ടർ ബി, അല്ലെങ്കിൽ വെക്ടർ ബി സിക്കലു ലാംഡ ടൈംസ് വെക്ടർ എ എന്ന് എഴുതാൻ പറ്റുന്നതാണ് ഇതിൻ്റെ കണ്ടീഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ക്രോസ് പ്രൊഡക്റ്റ് 0 ആണെങ്കിൽ അത് പാരലാണെന്ന് ഉറപ്പ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇത് രണ്ടും പാരലാണ്. പാരലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? എ പ്ലസ് ബി സിക്കൽ ടു ലാംഡ ടൈംസ് വെക്ടർ ആർ എന്ന് എഴുതാം. ലാംഡ ടൈംസ് വെക്ടർ ആർ എന്ന് പറയുമ്പോൾ ലാംഡ ഇൻറ്റു ആരായിരുന്നു 6? 2i പ്ലസ് 3j പ്ലസ് 4k. അപ്പോൾ എ പ്ലസ് ബി എന്താണെന്ന് അറിയും, പക്ഷെ ഇവിടെ ഒരൊറ്റ അൺനോൺ ഉള്ളത്. ആരാ? അത് ലാംഡയാണ്. അപ്പോൾ ലാംഡ കാണണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് തന്നിട്ടുണ്ട് ഇതിൻ്റെ മോഡുലസ് വാല്യൂ √29 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഉള്ളത് എ പ്ലസ് ബി അല്ലടാ. ഞാൻ രണ്ട് ഭാഗത്തും മോഡുലസ് എടുത്താൽ ഇവിടെ മോഡുലസ് ഓഫ് എ പ്ലസ് ബി ഇസിക്കൽ ടു മോഡുലസ് ഓഫ് ലാംഡ, അത് ലാംഡ ഒരു പോസിറ്റീവ് വാല്യൂ ആയിട്ട് കിട്ടും. ഇനി ഇതിൻ്റെ മോഡുലസ് എന്താ? √2ൻ്റെ സ്ക്വയർ 4 ആണ്, പ്ലസ് 3ൻ്റെ സ്ക്വയർ 9 ആണ്, പ്ലസ് 4ൻ്റെ സ്ക്വയർ 16 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ √29 എന്ന് വരും. ഇവിടെ ഉള്ളതോ ഇതും √29 ആണ്. √29 ഇസിക്കൽ ലാംഡ ടൈംസ് √29. ഇവിടെ √29 തമ്മിൽ കട്ടായി പോയി കഴിഞ്ഞാൽ ലാംഡ ഇസിക്കൽ 1 എന്ന് വരും. ലാംഡയുടെ വാല്യൂ 1 ആണ്. ലാംഡയുടെ വാല്യൂ 1 ആയതുകൊണ്ട് തന്നെ നമുക്കെന്ത് പറയാം? എ പ്ലസ് ബി ഇസിക്കൽ ടു ലാംഡ ഇൻറ്റു വെക്ടർ ആർ. അപ്പോൾ ഇത് വെക്ടർ ആർ ആണ് അല്ലേ? എ പ്ലസ് ബി എന്താണെന്നല്ലേ ചോദിച്ച്? ലാംഡൻ്റെ വാല്യൂ 1 ആയതുകൊണ്ട് 1 ഇൻറ്റു വെക്ടർ ആർ വിച്ച് ഈസ് ഈക്വൽ ടു വെക്ടർ ആർ. വെക്ടർ ആർ എന്താ? 2i പ്ലസ് 3j പ്ലസ് 4k. 2i പ്ലസ് 3j പ്ലസ് 4k അല്ലേ? 2i പ്ലസ് 3j പ്ലസ് 4k അതായിരിക്കും എ പ്ലസ് ബി. ഏതാണ് വരിക? ഓപ്ഷൻ സി അല്ലേ?
പ്ലസ് ഓർ മൈനസ്, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരാം. ഈ ലാംഡയുടെ വാല്യൂ ഇപ്പോൾ ഇത് മോഡുലസ് ആയതുകൊണ്ടാണ്, അത് 1 പകരം -1 ആയാൽ അത് പുറത്തേക്കാവും, പ്ലസ് ആയാൽ അപ്പുറത്തേക്കാവും. അപ്പോൾ ഇത് പ്രകാരം ഇവിടെ ഉള്ളത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ഇസ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ, എ എന്നുള്ള വെക്ടർ ഉണ്ട്, ബി എന്നുള്ള വെക്ടർ ഉണ്ട്, സി എന്നുള്ള വെക്ടർ ഉണ്ട്. എന്നിട്ട് ചോദിച്ചത് എ ക്രോസ് ബി ഡോട്ട് സി ആണ്. ഇത് നിങ്ങൾ ബോർഡ് എക്സാമിന് പഠിക്കാത്തൊരു ടോപ്പിക് ആയിരിക്കും. ഇതിന് സ്കേലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് എന്നാ പറയാം. സ്കേലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ്, ബോക്സ് പ്രൊഡക്റ്റ് എന്നുള്ളൊരു പേരും കൂടെ ഉണ്ട് അതിന്, അത് നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. അപ്പോൾ തൽക്കാലം അങ്ങനെ മനസ്സിലാക്കാം. എ ഡോട്ട് ബി ക്രോസ് സി എന്ന് പറഞ്ഞാലേ, അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞ പോലെ എ ക്രോസ് ബി ഡോട്ട് സി എങ്ങനെ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. എ ഡോട്ട് ബി ക്രോസ് സി എന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി അറിയോ? എ എന്നുള്ള വെക്ടറിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് A1 i ക്യാപ്പ് പ്ലസ് B1 j ക്യാപ്പ് പ്ലസ് C1 k ക്യാപ്പ്. വെക്ടർ ബിയുടെ ഡയറക്ഷൻ റേഷ്യോസ് A2 i ക്യാപ്പ് പ്ലസ് B2 j ക്യാപ്പ് പ്ലസ് C2 k ക്യാപ്പ്. സി എന്നുള്ള വെക്ടറിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് A3 i ക്യാപ്പ് പ്ലസ് B3 j ക്യാപ്പ് പ്ലസ് C3 k ക്യാപ്പ് ആണെങ്കിൽ എ ഡോട്ട് ബി ക്രോസ് സി കാണാൻ ചെയ്യേണ്ട കാര്യം, ഡിറ്റർമിനൻ്റ് ഓഫ് ആദ്യത്തെ വെക്ടർ എന്റെ ഡയറക്ഷൻ റേഷ്യോസ് എന്താ? A1 B1 C1. വെക്ടർ ബിന്റെ ഡയറക്ഷൻ റേഷ്യോസ് എന്താ? A2 B2 C2. വെക്ടർ സിയുടേതോ A3 B3 C3 എന്ന് വരും. ഇതിന്റെ വാല്യൂ കണ്ടു കഴിഞ്ഞാൽ എ ഡോട്ട് ബി ക്രോസ് സി എന്നുള്ളത് കിട്ടും. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങളോട് ചോദിച്ചു എ ക്രോസ് ബി ഡോട്ട് സി, അല്ലെങ്കിൽ ഒക്കെ സെയിം തന്നെ കേട്ടോ. എ ഡോട്ട് ബി ക്രോസ് സി എന്ന് പറഞ്ഞാലും ബി ഡോട്ട് സി ക്രോസ് സി എന്ന് പറഞ്ഞാലും സി ഡോട്ട് എ ക്രോസ് ബി എന്ന് പറഞ്ഞാലും ഒക്കെ സെയിം തന്നെയാണ്. അപ്പോൾ ഏതായാലും ഇതിന് വേണമെങ്കിൽ എങ്ങനെ എഴുതാം സി ഡോട്ട് എ ക്രോസ് ബി എന്ന് വേണമെങ്കിൽ എഴുതാലോ. അപ്പോൾ ഡിറ്റർമിനൻ്റോ, കാരണം ഡോട്ട് പ്രൊഡക്റ്റ് കമ്മ്യൂട്ടേറ്റീവ് ആണ്. അപ്പോൾ സി എന്നുള്ളതിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് ഞാൻ ആദ്യം എഴുതി കഴിഞ്ഞാൽ ഡിറ്റർമിനൻ്റ് ഓഫ് 2 4 3. പിന്നെ എൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് എന്താ? 1 2 4. പിന്നെ ബിയുടെ ഡയറക്ഷൻ റേഷ്യോസ് എന്താ? 2 4 8. ഇത് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. അപ്പോൾ ഈ ഡിറ്റർമിനൻറ്റിനെ ഇവാലുവേറ്റ് ചെയ്യാൻ ഞാൻ സാരസ് ഡയഗ്രാം മെത്തേഡ് ഉപയോഗിക്കുകയാണെങ്കിൽ, സാരസ് ഡയഗ്രാം മെത്തേഡ് പ്രകാരം ഇവിടെ 2 × 2 × 8 എത്ര വരും? 32. പ്ലസ് 4 × 4 × 2 32. 3 × 1 × 4 12. മൈനസ് 2 × 2 × 3 12. മൈനസ് 4 × 4 × 2 എത്ര? 32. മൈനസ് 8 × 1 × 4 32. ഇവിടെ എന്ത് ചെയ്യും? ഇത് ഫുള്ള് ക്യാൻസൽ ആയിട്ട് പോകും. ആൻസർ എന്ത് കിട്ടും? 0 കിട്ടും. ഓപ്ഷൻ എ ഈസ് കറക്റ്റ്. അപ്പോൾ ഈ ഒരു ഡയഗ്രാം ഇവാലുവേറ്റ് ചെയ്യുന്ന മെത്തേഡ് സാരസ് ഡയഗ്രാം മെത്തേഡാണ്. കുറേ ആൾക്കാർക്ക് അറിയുണ്ടാവും. ഞാൻ അറിയാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനായിട്ട് നമുക്ക് ആ സാരസ് ഡയഗ്രാം മെത്തേഡ് ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, അവൈലബിൾ ആയിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. എൻട്രൻസ് ടിപ്സ് ആൻഡ് ട്രിക്സ് എന്നുള്ള ഒരു പ്ലേലിസ്റ്റിലാണുള്ളത്. അപ്പോൾ എന്ത് ചെയ്യാം, ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ ഐ ബട്ടൺ ആയിട്ട് കൊടുക്കാം, ഏതെങ്കിലും ഒന്നായിട്ട് കൊടുക്കാം. ഇനി ദ യൂണിറ്റ് വെക്ടർ ദാറ്റ് ബൈസെക്ട് ദ ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടേഴ്സ്. ഈ രണ്ട് വെക്ടേഴ്സിനെയും ബൈസെക്ട് ചെയ്യുന്ന യൂണിറ്റ് വെക്ടറാണ് ചോദിക്കുന്നത്. എടാ നിങ്ങൾ മനസ്സിലാക്കേണ്ടതേ, ഇപ്പോൾ നമ്മൾ വെക്ടറിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞാലേ, ഇവിടെ ഒരു വെക്ടർ എ ഉണ്ട്, ഇവിടെ ഒരു വെക്ടർ ബി ഉണ്ട്. ഇതിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നമ്മൾ പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ ഒക്കെ അറിയാം. പക്ഷെ അതിന് പുറമെ നിങ്ങൾ വേറെ രീതിയിൽ മനസ്സിലാക്കേണ്ടത്, ഇതിൻ്റെ രണ്ടിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറയുമ്പോൾ ക്ലോസർ ടു ബിഗ്ഗർ വെക്ടർ ആയിരിക്കും. ഏറ്റവും വലിയ വെക്ടറിനോട് ക്ലോസർ ആയിരിക്കും എന്ത്, അതിൻ്റെ റിസൾട്ടൻ്റ് എപ്പോഴും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ അപ്പോൾ എപ്പോഴും കറക്റ്റ് ബൈസെക്ടറായിട്ട് പോകണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആവണ്ടേ. അതായത് ഇതിൻ്റെ ലെങ്ത്ത് സെയിം ആണെന്നുണ്ടെങ്കിൽ അതെന്താവും, ഒരു റോംബസ് ആവും. അപ്പോൾ അത് കറക്റ്റ് ബൈസെക്ടറായിട്ട് എന്ത് ചെയ്യും, ഈ ആംഗിളും സെയിം ആയിട്ട് പോകും. അപ്പോൾ ഇത് മോഡ് എ ആണെങ്കിൽ ഇത് മോഡ് ബി ആണെങ്കിൽ ആ ലെങ്ത്തേ മോഡ് എയും മോഡ് ബിയും ഈക്വൽ ആവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അതെന്ത് ചെയ്യും, ആംഗിളിനെ ബൈസെക്ട് ചെയ്തിട്ട് കറക്റ്റ് ഈക്വൽ ആംഗിൾ ആക്കിയിട്ട് എന്ത് ചെയ്യും, പോകും. പക്ഷെ ഇവിടുത്തെ വിഷയം എന്താ വെച്ചാൽ ഈ രണ്ട് വെക്ടേഴ്സും എന്തല്ല, ഈക്വൽ വെക്ടേഴ്സ് അല്ല. മാഗ്നിറ്റ്യൂഡ് വൈസ് സെയിം ആണല്ലോ അല്ലേ? യെസ്. ഇവിടെ രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. കാരണം ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താ, √2² + 1² + 2² √9 3 ആണ്. ഇതും √9 3 ആണ്. രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണെങ്കിൽ വെറുതെ ആഡ് ചെയ്താൽ തന്നെ എന്ത് ചെയ്യും, ഇപ്പോൾ ഞാൻ ഇതിനെ വെക്ടർ ചെയ്യാൻ എടുത്തു,
ഇതിന് ഞാൻ വെക്ടർ ബി എന്ന് എടുത്തു. അപ്പോൾ ഇതിന് രണ്ടിനെയും ബൈസെക്ട് ചെയ്തിട്ട് പോകുന്ന വെക്ടർ ഏതാ? എ പ്ലസ് ബി. എ പ്ലസ് ബി ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. 2i പ്ലസ് ഐ എന്താ? 3i. ജെ പ്ലസ് 2j എന്താ? 3j. മൈനസ് 2k പ്ലസ് 2k മൈനസ് 2k എന്താ? അത് 0 ആയിപ്പോയി. ഇനി നിങ്ങൾക്ക് ഇതാണ് ഇതിന് രണ്ടിനെയും ബൈസെക്ട് ചെയ്യുന്ന വെക്ടർ. ഇനി ബൈസെക്ട് ചെയ്യുന്ന പറയാൻ കാരണം എന്താ? മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആയിട്ടോ. അപ്പോൾ ഞാൻ ഈ ക്വസ്റ്റ്യനിൽ രണ്ടും വെറുതെ സം എടുത്തപ്പോൾ ഇനി ഏത് ക്വസ്റ്റ്യനിൽ അങ്ങനെ എടുക്കരുത്. എടുക്കാൻ കാരണം എന്താ? ഇതിന് രണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. ഇനി മാഗ്നിറ്റ്യൂഡ് സെയിം അല്ലാത്ത വന്നു കഴിഞ്ഞാലോ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ അതേ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ കാണാം, ഇതിൻ്റെ അതേ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറും കാണാം, എന്നിട്ട് തമ്മിൽ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അപ്പോൾ രണ്ടിനെയും ബൈസെക്ട് ചെയ്യുന്ന എന്ത് കിട്ടും? വെക്ടർ കിട്ടും. ഇനി നിങ്ങൾക്ക് കാണേണ്ടത് ഇതിൻ്റെ യൂണിറ്റ് വെക്ടറാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ മോഡുലസ് വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യല്ലേ വേണ്ടത്? എടാ ഈ വെക്ടറിന് നിങ്ങൾക്ക് 3 × i + j എന്ന് എഴുതിക്കൂടെ? റെഡി? ഇതിൻ്റെ മോഡുലസ് വാല്യൂ എന്താ? മോഡുലസ് ഓഫ് a + b. 3യുടെ മോഡുലസ് 3 തന്നെയാണ്. i + jയുടെ മോഡുലസ് √(1² + 1² √2) എന്ന് വരും. 3√2 ആണ് എന്ത് ചെയ്യുക? മോഡുലസ് വരിക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ യൂണിറ്റ് വെക്ടർ വിച്ച് ബൈസെക്ട് a and b എന്താ? a + b by മോഡുലസ് ഓഫ് a + b എന്ന് വരും. ദാറ്റ് ഈസ് 3 × i + j ഡിവൈഡഡ് ബൈ 3√2 എന്നാണ് വരിക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ i + j ഡിവൈഡഡ് ബൈ √2. i + j ഡിവൈഡഡ് ബൈ √2. ഓപ്ഷൻ ഇ ഈസ് റൈറ്റ് ആൻസർ. പിന്നെ അടുത്ത ക്വസ്റ്റ്യനിൽ എ ആൻഡ് ബി ആർ 2 യൂണിറ്റ് വെക്ടേഴ്സ്. അതിൻ്റെ അർത്ഥം മോഡുലസ് 1 ആണ്. തീറ്റ ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ ദം. പിന്നെ എ മൈനസ് ബി ഈസ് എ യൂണിറ്റ് വെക്ടർ. ദെൻ തീറ്റ എന്താണ്? എ മൈനസ് ബി ഒരു യൂണിറ്റ് വെക്ടർ ആണ്, എയും ബിയും ഒരു യൂണിറ്റ് വെക്ടർ ആണ്. അപ്പോൾ മോഡുലസ് ഓഫ് എ മൈനസ് ബി 1 ആണ്. പിന്നെ കാണേണ്ടത് ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി ആണ്, തീറ്റയാണ് കാണേണ്ടത്. എടാ എങ്ങനെ ചെയ്യാമെന്ന് ആകെ പ്രശ്നമായിട്ട്. കാരണം തീറ്റ കാണണമെങ്കിൽ എ ഡോട്ട് ബി ബൈ മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ് ബി അല്ലേ ഫോർമുല? കോസ് തീറ്റ കാണാൻ ഉപയോഗിക്കുന്ന ഫോർമുല ഏതാ? എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മോഡ് എ ഇൻറ്റു മോഡ് ബി ആണ്. മോഡ് എയും മോഡ് ബിയും ഓക്കെയാണ്, യൂണിറ്റ് വെക്ടേഴ്സ് ആയതുകൊണ്ട് 1 ആണ്. പക്ഷേ എ ഡോട്ട് ബി കാണാൻ മാർഗ്ഗമില്ലല്ലോ. അപ്പോൾ അങ്ങനെ അന്തം വിട്ട് നിൽക്കുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഫോർമുല ഉപയോഗിക്കുക. മോഡ് എന്റെ സ്ക്വയർ എ ഡോട്ട് എ അല്ലേ? അപ്പോൾ അത് പ്രകാരം ഇതിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചു. എന്താണ്? മോഡ് എന്റെ സ്ക്വയർ മൈനസ് 2 ടൈംസ് എ ഡോട്ട് ബി പ്ലസ് മോഡ് ബിയുടെ സ്ക്വയർ വിച്ച് ഈസ് ഇക്വൽ 1 എന്ന് വന്നു. എയും ബിയും യൂണിറ്റ് വെക്ടർ ആയതുകൊണ്ട് ഇത് 1² മൈനസ് ഈ -2 ടൈംസ് എ ഡോട്ട് ബിനെ ഞാൻ എന്ത് ചെയ്തു? അപ്പുറത്തേക്ക് കൊണ്ടുപോയി. ഈ +1 അപ്പുറത്തേക്ക് കൊണ്ടുവന്നു. പിന്നെ പ്ലസ് മോഡ് ബിൻ്റെ സ്ക്വയർ എന്താ? അത് 1². ഈ +1 കൊണ്ടുവന്നാൽ -1 ഈസ് ഇക്വൽ ടു 2 ടൈംസ് എ ഡോട്ട് ബി എന്ന് വരും. ഇവിടെ ഈ +1ഉം -1ഉം കട്ടാവും. പിന്നെ ഇവിടെ 1 മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എ ഡോട്ട് ബി ഈസ് ഇക്വൽ ടു എന്ത് വന്നു? ഇൻറ്റു 2 പുറത്തേക്ക് വന്നാൽ 1/2 എന്ന് വരും. എ ഡോട്ട് ബിയുടെ വാല്യൂ 1/2 ആണ്. അപ്പോൾ 1/2 ഡിവൈഡഡ് ബൈ 1 × 1 അല്ലേ? ഇസിക്കൽ 1/2. കോസ് തീറ്റയുടെ വാല്യൂ 1/2 ആണെങ്കിൽ തീറ്റ 60 ഡിഗ്രി, അതായത് π/3 എന്നല്ലേ വരിക? π/3 ഈസ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ ഈസ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? ഇഫ് എ ഇസ് ഇക്വൽ ടു തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്, ദെൻ ദ യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു എ പ്ലസ് ബി ആൻഡ് എ മൈനസ് ബി ആ. എടാ എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആയ വെക്ടർ ഏതാ? അത് എ ക്രോസ് ബി അല്ലേ? എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആയ വെക്ടർ അത് എ ക്രോസ് ബി ആണ്. ഒരു വെക്ടറിൻ്റെ യൂണിറ്റ് വെക്ടർ കാണണമെങ്കിലോ അതിൻ്റെ മോഡുലസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി ഇസ് ഈക്വൽ ടു എന്താ? എ ക്രോസ് ബി ബൈ മോഡ് എ ക്രോസ് ബി എന്ന് പഠിച്ചിട്ടില്ലേ? ഇതാണ് എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആയ യൂണിറ്റ് വെക്ടർ. നമുക്ക് കാണേണ്ടത് എ പ്ലസ് ബിക്കും എ മൈനസ് ബിക്കും പെർപെൻഡിക്കുലർ ആയ യൂണിറ്റ് വെക്ടറാണ്. അതെന്തായിരിക്കും? ഇവരുടെ ക്രോസ് പ്രൊഡക്റ്റ് ബൈ അതിൻ്റെ മോഡുലസ് വാല്യൂ ചെയ്താൽ മതി. അപ്പോൾ എ പ്ലസ് ബിയുടെയും എ മൈനസ് ബിയുടെയും എന്ത് കാണണം? ക്രോസ് പ്രൊഡക്റ്റ് കാണണം. അതായത് ഇത്രയാണ് ലോജിക്ക്. ഇതാണ് യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു എ പ്ലസ് ബി ആൻഡ് എ മൈനസ് ബി എന്താ വരിക? വിച്ച് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ക്രോസ് എ മൈനസ് ബി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് എ പ്ലസ് ബി ക്രോസ് എ മൈനസ് ബി എന്നാണ് വരിക.
അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വാല്യൂ ഒന്ന് കണ്ടു നോക്കാം നമുക്ക്. അപ്പോൾ ആദ്യം ഇതിൽ എ പ്ലസ് ബി നോക്ക്. എ പ്ലസ് ബി എങ്ങനെ? എ പ്ലസ് ബിയുടെ വാല്യൂ എയും ബിയും ആഡ് ചെയ്താൽ ഐ പ്ലസ് 2i 3i ആണ്. 2j പ്ലസ് ജെ 3j മൈനസ് 2k പ്ലസ് 2k അത് 0 ആയിപ്പോയി. ഇനി അടുത്തത് എ മൈനസ് ബി കാണുമ്പോൾ എ മൈനസ് ബി ഈക്വൽ ടു എന്ത് വരും? ഐ മൈനസ് 2i മൈനസ് ഐ 2j മൈനസ് ജെ പ്ലസ് ജെ മൈനസ് 2k വിച്ച് ഈസ് മൈനസ് 4k. അങ്ങനെയാണെങ്കിൽ അടുത്തതായിട്ട് ഇവരുടെ ക്രോസ് പ്രൊഡക്റ്റ് കാണണം. അതായത് എ പ്ലസ് ബി ക്രോസ് എ മൈനസ് ബി എങ്ങനെ കാണാം? ഡിറ്റർമിനൻ്റ് ഓഫ് ഐ ജെ കെ ആദ്യത്തെ വെക്ടറിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് 3 3 ഇതിൽ കെ ടേമില്ലല്ലോ, അപ്പോൾ 0 ആയി കൊടുക്കാം. അടുത്ത രണ്ടാമത്തെ -1 1 -4 ഇത് ചെയ്യുമ്പോൾ ഐ ഇൻറ്റു 3 × -4 എന്താ? -12 -0 അതായത് -12 ഐ ക്യാപ്. പിന്നെ മൈനസ് ജെ ഇൻറ്റു എന്ത് വരും? -12 -0 ദാറ്റ് ഈസ് -12. അപ്പോൾ -12 എന്താ? +12j എന്ന് പറഞ്ഞു. ഇനി കെ ഇൻറ്റു എന്താ? 3 -3 3 + 3 6 കെ ക്യാപ്പ് എന്ന് പറഞ്ഞു. ക്ലിയർ? ഇതിൽ നിന്ന് ഞാൻ 6നെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്താൽ 6 ഇൻറ്റു -2i + 2j + k എന്ന് വരൂലേ? ഇനി ഇതാണ് ഈ ഫോർമുലയിൽ ഇട്ടുകൊടുത്തു. ഇതിൻ്റെ വാല്യൂ എന്താ? 6 ഇൻറ്റു -2i + 2j + k ഡിവൈഡഡ് ബൈ ഇതിൻ്റെ മോഡുലസ് വാല്യൂ എന്താ? 6ൻ്റെ മോഡുലസ് വാല്യൂ 6 തന്നെയാണ്. √ഓഫ് -2ൻ്റെ സ്ക്വയർ 4 ആണ്, +2ൻ്റെ സ്ക്വയർ 4 ആണ്, +1ൻ്റെ സ്ക്വയർ 1 ആണ്. ഇവിടെ 6കൾ തമ്മിൽ കട്ടായിപ്പോയി. അപ്പോൾ ഇവിടെ എന്ത് വരും? -2i + 2j + k ഡിവൈഡഡ് ബൈ ഇത് എത്ര? √9 അത് 3 എന്ന് വന്നു. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഇങ്ങനെ ഓപ്ഷൻ കാണാനില്ല. അഥവാ നൺ ഓഫ് ദീസ് എങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ അത് എഴുതിയിരുന്നു. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതേ യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു എ ആൻഡ് ബി എന്ന് പറയുമ്പോൾ ഇത് എയും ഇത് ബിയും ആണെങ്കിൽ എ ക്രോസ് ബി എങ്ങനെ? ഇങ്ങനെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ പ്രകാരം ഇങ്ങനെ മോൾക്കാണ്. അപ്പോൾ ആ എ ക്രോസ് ബിനെ അതിൻ്റെ മോഡുലസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ എ ആൻഡ് ബി കിട്ടുക. ഇതേപോലെ വേറെ യൂണിറ്റ് വെക്ടർ ഇല്ലടാ, താഴേക്ക് പോകുന്നത് ബി ക്രോസ് എ, താഴേക്ക് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ബി ക്രോസ് എ ബൈ മോഡുലസ് ഓഫ് ബി ക്രോസ് എ ചെയ്താലും പോരെ? നിങ്ങൾക്കറിയാം എ ക്രോസ് ബിയുടെ നേരെ നെഗറ്റീവാണ് ബി ക്രോസ് എ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണുന്നില്ലെങ്കിൽ ഇതിൻ്റെ നേരെ നെഗറ്റീവ് നോക്കുക. ഇതിൻ്റെ നേരെ നെഗറ്റീവ് ആൻസർ എന്താ? - ഓഫ് ദിസ് വാല്യൂ. അപ്പോൾ യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ എ ആൻഡ് ബി പറയുമ്പോൾ നമുക്കാണെങ്കിൽ +or - എന്നുള്ള രീതിയിൽ പറയാം. അപ്പോൾ ഇതിൻ്റെ നേരെ നെഗറ്റീവ് -2iൻ്റെ നെഗറ്റീവ് എന്താ? +2i +2jൻ്റെ നെഗറ്റീവ് -2j +kൻ്റെ നെഗറ്റീവ് -k. അപ്പോൾ ഏതായിരിക്കും? ഓപ്ഷൻ ബി ഇസ് റൈറ്റ് ആൻസർ. ഇങ്ങനെ ആയിരിക്കും വരിക. അടുത്ത ക്വസ്റ്റ്യൻ അല്ലേ? Let A, B, C be the sides of a triangle ABC such that vector BC is equal to vector A, CA is equal to B, AB is equal to C, BC is equal to AC is equal to 3 units and V dot C is equal to -9. Then A dot B യുടെ വാല്യൂ എന്താണ്? അതൊരു ട്രയാങ്കിൾ എ ബി സി ഉണ്ട് അല്ലേ? ഇതാണ് ട്രയാങ്കിൾ എ ബി സി. എന്നിട്ട് പറയുന്നത് എന്താ? ബി സി ഈസ് ഇക്വൽ ടു വെക്ടർ ബി സി. ഇതെന്താ? സ്മോൾ ലെറ്റർ എ ആണ്. ഇതേപോലെ സി എ, സിയിൽ നിന്ന് എയിലേക്കുള്ള വെക്ടർ ബി ആണ്. പിന്നെ എ ബി എന്ന് പറയുമ്പോൾ എയിൽ നിന്ന് ബിയിലേക്കുള്ള വെക്ടർ സി ആണ്. പിന്നെ പറയുന്നത് ബി സിയുടെയും എ സിയുടെയും വാല്യൂ 3 ആണ്. ബി സി എന്നുള്ള ലെങ്ത്, അതായത് മോഡുലസ് ഓഫ് എ, ഈ മോഡുലസ് ഓഫ് എൻ്റെ വാല്യൂ 3 ആണ്, മോഡുലസ് ഓഫ് ബിൻ്റെ വാല്യൂ 3 ആണ്. അപ്പോൾ ഇതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആണെന്നുള്ള കാര്യം തീരുമാനമായി. ഇനി ബി ഡോട്ട് സി -9 തന്നിട്ടുണ്ട്, എ ഡോട്ട് ബി ആണ് ചോദ്യം. എടാ ഇതിങ്ങനെ ഒരു സൈക്ലിക് ഓർഡറിലാണ് ഈ വെക്ടേഴ്സൊക്കെ ഉള്ളത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എ പ്ലസ് ബി പ്ലസ് സി ഇസിക്കൽ എന്ത് പറയാം? 0 എന്ന് പറയാം. പിന്നെ നമുക്ക് തന്ന ഡാറ്റ ബി ഡോട്ട് സി ആണ്. അപ്പോൾ ബിനി സിനി ഇവിടെ നിർത്തിയിട്ട് പ്ലസ് എനെ ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ എന്ത് വരും? ബി പ്ലസ് സി ഇസിക്കൽ ടു -a എന്ന് വരും. രണ്ട് ഭാഗത്തും ഞാൻ മോഡുലസ് എടുത്തു, എന്നിട്ടോ രണ്ട് ഭാഗത്തും സ്ക്വയർ ചെയ്തു. മോഡുലസ് ഓഫ് ബി പ്ലസ് സിയുടെ സ്ക്വയർ എന്താ? മോഡ് ബിയുടെ സ്ക്വയർ പ്ലസ് 2 ടൈംസ് ബി ഡോട്ട് സി
പ്ലസ് മോഡ് സിയുടെ സ്ക്വയർ ഇസിക്കൽ ടു മോഡുലസ് ഓഫ് മൈനസ് എ മോഡുലസ് ഓഫ് എ തന്നെയാണ് അതിൻ്റെ സ്ക്വയർ എന്ന് തോന്നുന്നു. എടാ ഈ മോഡ് എൻ്റെയും മോഡ് ബീൻ്റെയും വാല്യൂ സെയിം അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ മോഡ് എൻ്റെ സ്ക്വയർ 3 സ്ക്വയർ അതും ഇവിടെ ഉള്ള ഈ 3 സ്ക്വയർ തമ്മിൽ കട്ടായി പോകില്ലേ? രണ്ടിൻ്റെ വാല്യൂ 3 ആയതുകൊണ്ട് മോഡ് എൻ്റെയും മോഡ് ബീൻ്റെയും വാല്യൂ സെയിം ആയതുകൊണ്ട് കട്ടായി പോകും. ഇനി ബി ഡോട്ട് സിയുടെ വാല്യൂ -9 ആണെന്ന് ക്വസ്റ്റ്യനിലുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2 × -9 പ്ലസ് മോഡ് സിയുടെ സ്ക്വയർ ഇസിക്കൽ 0 എന്ന് വരും. ഇത് -18 ആണ്. ഇതിനപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ +18 ആവൂലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ മോഡ് സിയുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 18 വരും. അപ്പോൾ മോഡ് സി എന്താ? √18. അത് 9 × 2 അല്ലേ? 3√2 എന്ന് വരും. അപ്പോൾ ഇവിടെ നിങ്ങൾ ചിന്തിച്ച് കഴിഞ്ഞാൽ ഇത് 3ഉം ഇത് 3ഉം ഈ മോഡ് സി ഉണ്ടല്ലോ ഇതിൻ്റെ വാല്യൂ 3√2 ആണെന്ന് പറഞ്ഞാൽ അത് ഏത് ട്രയാങ്കിളാ? ഐസോസിലസ് ആണെന്ന് അറിയാം. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിലല്ലേ അങ്ങനെ വരുള്ളൂ. 1:1:√2. ഇത് 3ഉം ഇത് 3ഉം ഇത് 3 ആണ് 3√2 ആണെങ്കിൽ ഇവരുടെ ആംഗിൾ എന്താ? ഈ ആംഗിൾ 90 ഡിഗ്രി ആകുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എ ഡോട്ട് ബി എന്ന് പറയുമ്പോൾ രണ്ട് പെർപെൻഡിക്കുലർ വെക്ടേഴ്സിൻ്റെ പ്രൊഡക്റ്റ് അല്ലേ? എ ഡോട്ട് ബിയുടെ വാല്യൂ എന്താവും? 0, വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? The vectors -i plus 1/4j plus 2k and i plus 1/4j plus 2k are the adjacent sides of a parallelogram. Then the area of the parallelogram. എടാ ഒരു പാരലോഗ്രാമിൻ്റെ രണ്ട് അഡ്ജസൻറ്റ് സൈഡ്സേ ഇത് രണ്ടും ആണെന്നുണ്ടെങ്കിൽ ഇത് എയും ഇത് ബിയും ആണെങ്കിൽ ഏരിയ കാണാനുള്ള ഫോർമുല എന്താ? മോഡുലസ് ഓഫ് എ ക്രോസ് ബി ആണെന്ന് അറിയില്ലേ? റെഡി? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ആർ ദ അഡ്ജസൻറ്റ് സൈഡ്സ് ഓഫ് എ പാരലോഗ്രാം ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തെ ഞാൻ വെക്ടർ എ എന്നും ഇതിന് ഞാൻ വെക്ടർ ബി എന്ന് എടുത്തു. അപ്പോൾ എ ക്രോസ് ബി കാണണം. അപ്പോൾ അതിൻ്റെ മോഡുലസ് വാല്യൂ ആണ് ഏരിയ വരിക. അപ്പോൾ എ ക്രോസ് ബി ആദ്യം കാണുമ്പോൾ എ ക്രോസ് ബി ഇസിക്കൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് ഐ ജെ കെ. ഇവിടെ ഐയുടെ എൻ്റെ എന്താണ് ഡയറക്ഷൻ റേഷ്യോസ് -1 1/4 2 എന്ന് വരും. ഇതിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് 1 1/4 2 എന്ന് വന്നു. ക്ലിയർ? അത് ചെയ്യണ സമയത്ത് ഐ ഇൻറ്റു 1/4 × 2 എന്താ? 1/2 -1/2 അത് 0 ആയി. അപ്പോൾ അതിൻ്റെ ടേം ഉണ്ടാവില്ല. -j ക്യാപ്പ് ഇൻറ്റു -2 -2 -4 എന്ന് വരും. +4j എന്ന് വരും. പ്ലസ് കെ ക്യാപ്പ് ഇൻറ്റു ഇവിടെ എന്താ? -1/4 -1/4 എന്താ? -1/2 എന്ന് വരും. -1/4 -1/4 -1/2. അപ്പോൾ ഇതിൻ്റെ വാല്യൂ 4j -1/2k എന്നാണ്. അപ്പോൾ ഏരിയ ഓഫ് ദി പാരലോഗ്രാം കാണണമെങ്കിലേ മോഡുലസ് ഓഫ് എ ക്രോസ് ബി പ്രകാരം എന്ത് വന്നു? √4ൻ്റെ സ്ക്വയർ പ്ലസ് -1/2ൻ്റെ സ്ക്വയർ എന്ന് വന്നു, വിച്ച് ഈസ് √16 + 1/4 വിച്ച് ഈസ് ഇക്വൽ √. ഇവിടെ എന്ത് വരും? 64 + 1 65/4 എന്ന് വന്നു. അതായത് √65 √4 എന്താ? 2. √65/2. ഓപ്ഷൻ ഡി ഇസ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Let the vectors a be such that modulus of a is equal to 3, modulus of b is equal to √2/3. If a cross b is a unit vector, then the angle between a and b. A cross b ഒരു യൂണിറ്റ് വെക്ടർ ആണ് തന്നിട്ടുണ്ട്, വിച്ച് മീൻസ് മോഡുലസ് ഓഫ് എ ക്രോസ് ബി is equal to 1. പിന്നെ അപ്പോൾ മോഡുലസ് ഓഫ് എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എന്താ? അത് മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ് ബി ഇൻറ്റു സൈൻ തീറ്റ അല്ലേ? ഇസിക്കൽ 1 ആണ്. തീറ്റ ഇസ് ദി ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി ആയിരിക്കും. പിന്നെ പറഞ്ഞത് മോഡ് എൻ്റെ വാല്യൂ 3 ആണ്. അതേപോലെ മോഡ് ബിയുടെ വാല്യൂ √2/3 ആണ്. സൈൻ തീറ്റ ഇസിക്കൽ 1. ഇവിടെ 3ഉം 3ഉം കട്ടായി √2ന് അപ്പുറത്തേക്ക് ഉണ്ടായാൽ സൈൻ തീറ്റ ഇസിക്കൽ 1/√2 എന്ന് വരും. അപ്പോൾ തീറ്റയുടെ വാല്യൂ എന്താ? 45 ഡിഗ്രി. π/4 ആയിരിക്കും. ഓപ്ഷൻ ബി ഇസ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? ദ പ്രൊജക്ഷൻ ഓഫ് എ വെക്ടർ ഓൺ വെക്ടർ ബി, എ ഓൺ ബി അല്ലേ? പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി എന്താ? അത് ഡയറക്റ്റ് ഫോർമുല നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. 2 ഐറ്റം പ്രോബ്ലംസ് ഓൾറെഡി എന്ന് ചോദിച്ചു. അവിടെ പ്രൊജക്ഷൻ ഓഫ് വെക്ടർ എ ഓൺ വെക്ടർ ബി എന്താ? ഫോർമുല എ ഡോട്ട് ബി ക്യാപ്പ് അല്ലെങ്കിൽ എ ഡോട്ട് ബി ബൈ മോഡുലസ് ഓഫ് വെക്ടർ ബി അല്ലേ വരിക?
ഇവിടെ എ ഡോട്ട് ബിയുടെ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ എന്താ 3 × 1 3 -1 × 2 -2 -2 × -3 +6 ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ ബി എന്ന് പറയുമ്പോൾ √(1² + 2² + -3ന്റെ സ്ക്വയറാ. √1² 1 ആണ്, 2² 4 ആണ്, -3യുടെ സ്ക്വയർ 9 ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ 7/√14 വരും. ഇതാണ് 7/√14. അങ്ങനെ ഒരാൾ കാണാനില്ല അല്ലേ. അപ്പം ഞാൻ എന്ത് ചെയ്താറിയോ, ഇതിനൊന്ന് റാഷണലൈസേഷൻ ചെയ്യാനേ ഇവിടെ √7/√2 അങ്ങനെ ഉണ്ടോ? ഇല്ല. √14 കൊണ്ട് മുകളിലും തായി മൾട്ടിപ്ലൈ ചെയ്യാം. √14 ഇവിടെയും √14. അപ്പം എന്ത് വന്നു 7√14/14 വന്നു. ഈ 7ഉം 14ഉം തമ്മിൽ പോയാൽ 2 കിട്ടൂലേ, വിച്ച് ഈസ് √14/2. ഇങ്ങനെ ആൻസർ ഉണ്ടോ? √14/2. ഓപ്ഷൻ എ ഇസ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിൽ ഇഫ് മോഡുലസ് ഓഫ് എ ഇസ് ഈക്വൽ ടു 4 -1 less than or equal to lambda less than or equal to 3 then modulus of delta a lies in the interval. എടാ ഈ മോഡുലസ് ഓഫ് ഡെൽറ്റ എ എന്ന് പറഞ്ഞാലേ അതിൻ്റെ മീനിങ് പിന്നെ മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ് വെക്ടർ എ എന്നാണ് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ -1 less than or equal to lambda less than or equal to 3 ആണെങ്കിൽ വാട്ട് അബൌട്ട് മോഡുലസ് ഓഫ് ലാംഡ? അത് 0ൻ്റെയും 3യുടെയും ഇടക്കായിരിക്കും. ഒരിക്കലും മോഡുലസ് നെഗറ്റീവ് വരില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മോഡുലസ് ഓഫ് എ എന്ന് പറയുമ്പോൾ അത് 4 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് 4 × മോഡുലസ് ഓഫ് ലാംഡ എന്നാണ് വരിക. അപ്പോൾ മൊത്തത്തിൽ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 × 0 എന്താ 0 less than or equal to 4 × മോഡുലസ് ഓഫ് ലാംഡ less than or equal to 12 എന്ന് വരും. 4 × മോഡുലസ് ഓഫ് ലാംഡ 4 × മോഡുലസ് ഓഫ് ലാംഡ. അപ്പോൾ 0 less than or equal to മോഡുലസ് ഓഫ് ലാംഡ ഇൻറ്റു വെക്ടർ എ less than or equal to 12. ദാറ്റ് ഈസ് ഓപ്ഷൻ ഈസ് ദ റൈറ്റ് ആൻസർ. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് വെക്ടർ ആൾജിബ്രയിൽ നിന്ന് ചോദിച്ചത്. ആകെ 20 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 4 ക്വസ്റ്റ്യൻ എന്നുള്ളതിൽ ഒരു എക്സാമിന് എന്ത് ചെയ്യാം, ഇതിന് ചോദിക്കാം. അപ്പോൾ അതോടുകൂടി നമ്മുടെ കീം PYQ വെക്ടർ ആൾജിബ്രയിലെ 2025 PYQ അവസാനിച്ചു. ഇനി നമ്മൾ സ്ഥിരം പറയുന്നത് പോലെ നമ്മുടെ നോട്ടിൻ്റെ PDF ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും.